ലോകം മാറുമ്പോൾ ഇറാനും മാറാതെ തരമില്ല. ഏറ്റുമുട്ടലിൻ്റെ സ്വരത്തിനപ്പുറം പ്രായോഗികതയുടെ നയതന്ത്രവും രാഷ്ട്രീയത്തിൽ പ്രധാനമാണ്. ന്യൂയോർക്കിൽ റൂഹാനി നടത്തിയ ചർച്ചയും മാധ്യമ സമ്മേളനവും അതിൻ്റെ ഏറ്റവും മികച്ച തെളിവായി മാറുകയാണ്. വൻശക്തി രാഷ്ട്രങ്ങളുമായി ഇറാൻ പ്രസിഡന്റ് നടത്തുന്ന അനുരഞ്ജന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. എത്ര തന്നെ മറിയിട്ടാലും ലോകം അടിച്ചേൽപ്പിച്ച കടുത്ത ഉപരോധത്തിന്റെ തീക്ഷ്ണത ഇറാനിൽ പ്രകടം. പണപ്പെരുപ്പവും ബിസിനസ് തകർച്ചയും യാഥാർത്ഥ്യം. എങ്കിലും ജനങ്ങൾ എല്ലാം നേരിടാൻ പഠിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇറാൻ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത് നൂറ്റാണ്ടുകളിലൂടെ സ്വായത്തമാക്കിയ ആത്മാഭിമാനത്തിന്റെയും നിലപാടുകളുടെയും ബലത്തിലാവണം. ഇറാനിയൻ വിപ്ലവത്തിന്റെ പുതുതലമുറ പോലും പരിധിവിട്ട വിട്ടുവീഴ്ച ചെയ്ത ശത്രുവുമായി രാജിയാവണമെന്ന് ശഠിക്കുന്നവരല്ല. ആയത്തുള്ള ആഭിമുഖ്യം കൈവടിയാത്തതും ഇതിന്റെ ഭാഗം തന്നെ. നിജാദ യുഗത്തിനു ശേഷം റുഹാനി വന്നപ്പോഴും തെഹ്റാന്റെ പ്രഖ്യാപിത നയങ്ങളിൽ മാറ്റമില്ല. അതേസമയം പ്രകോപനപരമായ ചില സമീപനങ്ങളിൽ മയപ്പെടുത്തൽ വേണമെന്ന നിർബന്ധം റുഹാനിക്കുണ്ട്. UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ റുഹാനിയുടെ നോക്കിലും വാക്കിലും അത് കണ്ടു. ഹോളോകാസ്റ്റ് ഒരു വസ്തുത തന്നെയാണ് എന്ന് CNN നൽകിയ അഭിമുഖത്തിൽ റുഹാനി പറഞ്ഞു. ഹോളോകാസ്റ്റ് മിഥ്യയാണ് എന്ന നിജാദിന്റെ പരാമർശം പടിഞ്ഞാറൻ ലോകത്ത് സൃഷ്ടിച്ച അലയൊലി ഇന്നും മാറിയില്ല എന്ന് ഓർക്കണം. സമാധാനപരമായ ആണവ പദ്ധതി രാജ്യത്തിന്റെ അവകാശമാണ് എന്ന കാര്യത്തിൽ റുഹാനി ഉറച്ചുനിന്നു. അതേസമയം പടിഞ്ഞാറിന്റെ വസ്തുതാപരമായ ആശങ്കകൾ ഇല്ലാതാക്കാൻ ഒരുക്കമാണ് എന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. US പ്രസിഡന്റ് ഒബാമ നടത്തിയ UN പ്രസംഗത്തിലും കേട്ട പ്രായോഗികതയുടെ പുതുശബ്ദം. സിറിയൻ പ്രശ്നത്തിൽ ഏറ്റ തിരിച്ചടിയും മറ്റുമാകാം അമേരിക്കയെ കുറെ കൂടി പക്വതയിലേക്ക് കൊണ്ടുവന്ന ഘടകം. സമാധാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ കരാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതായത് ഇനി നിങ്ങളുടെ ഈ ജനവിഭാഗത്തിന്റെ ഇവിടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ശത്രു, യഥാർത്ഥ ശത്രു ഇസ്രായേൽ അല്ല എന്നും ഇറാനാണ് നിങ്ങളുടെ ശത്രു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു സമാധാന ചർച്ച പുനരാരംഭിക്കുകയും ലോകത്തിന്റെ ശ്രദ്ധ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കാനുമായിരുന്നു അവർ ശ്രമിച്ചതെന്ന് നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിൽ നിന്ന് വളരെ വേറിട്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുരാജ്യമാണ് എന്ന രീതിയിൽ അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ആ രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ ഭരണമാറ്റം ആവശ്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞ ഒബാമ സമാധാനപരമായ ആണവോർജ്ജം ഉറപ്പാക്കാനുള്ള ഇറാൻ ജനതയുടെ അവകാശത്തെ ഹനിക്കില്ല എന്നുകൂടി തീർത്തു പറഞ്ഞു. നയതന്ത്ര സംഭാഷണത്തിലൂടെ വേണം വിദേശ നയം രൂപപ്പെടുത്താനെന്ന പക്വമായ നിലപാടാണ് ഒബാമയുടെയും റുഹാനിയുടെയും പ്രസംഗത്തിന്റെ കാതൽ. എന്നാൽ ആയുധ ലോബിയെ, സയനിസ്റ്റ് സ്വാധീനത്തെ, യുദ്ധോത്സുകരെ മറികടന്ന ഈ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പടിഞ്ഞാറിന് എത്ര കണ്ടു സാധിക്കും? ഇതാണ് പ്രസക്തമായ ചോദ്യം. 5400 പദാവലികളാൽ തയ്യാറാക്കിയ ഒബാമയുടെ UN പ്രസംഗത്തിന് പക്ഷേ പശ്ചിമേഷ്യയിൽ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാക്കാനായില്ല. സിറിയ, ഇറാൻ വിഷയങ്ങളിൽ US നയം മാറ്റം ഗൾഫ് ഭരണകൂടങ്ങളിൽ സംശയം ശക്തിപ്പെടുത്തുക കൂടി ചെയ്തിരിക്കുന്നു. ജനഹിതത്തെ മറികടക്കാൻ ഏതായാലും ഒരു ഭരണാധികാരിയും ഒരു ഭരണകൂടവും വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അറബ് വിപ്ലവം. അതല്ലെങ്കിൽ ഈ അറബ് വസന്തം വരുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ ഭരണം അട്ടിമറിക്കാൻ ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ സിറിയയിൽ നടക്കുന്ന പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് സിറിയയിലെ പ്രതിപക്ഷ കക്ഷികളുടെ ആളുകളല്ല പറയുന്നത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവരിന്ന് ആഗ്രഹിക്കുന്നത് സമാധാനം പുലരണമെന്നാണ്. കാരണം സിറിയയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിപ്ലവം തുടങ്ങിയത് നേരത്തെ പറഞ്ഞതുപോലെ അക്രമരാഹിത്യത്തിലൂടെയായിരുന്നു. പിന്നീട് പലതരത്തിലുള്ള അജണ്ടകൾ അത് ഹൈജാക്ക് ചെയ്യുകയായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം അവിടെ തന്നെ ഈ പ്രതിപക്ഷ നിരയിൽ തന്നെ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. അതിനോടൊപ്പം തന്നെ വിവിധ ലോകരാജ്യങ്ങൾ, ഇതിന് വെളിയിലുള്ള രാജ്യങ്ങൾ അവരുടെ അജണ്ട വെച്ചുകൊണ്ട് ഇതിൽ ഇടപെടുന്ന കാര്യമാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ടും സിറിയയിലുണ്ടായ ആ ജനവിരുദ്ധ കലാപം അത് വിജയത്തിലേക്ക് എത്തുമോ എന്ന് പോലും പ്രയാസപ്പെടുന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങളാണ്, ഒരു രാഷ്ട്രം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈജിപ്തിലെയും ട്യൂണീഷ്യയിലെയും രാഷ്ട്രീയ മാറ്റങ്ങളോടെ യാങ്കിയെ കണ്ണടച്ച് വിശ്വസിക്കാൻ വയ്യ എന്ന തോന്നൽ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. ഇറാനുമായി US കൈകോർത്തേക്കുമെന്ന ആശങ്കയും അവർക്ക് ഇല്ലാതില്ല. അതുകൊണ്ടാവണം യൂറോപ്പും ചൈനയും ഇന്ത്യയുമൊക്കെയായി കൂടുതൽ അടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ താൽപര്യമെടുക്കുന്നതിന് പിന്നിൽ. അമേരിക്കയ്ക്കും ഇതറിയാം. അതുകൊണ്ട് സഖ്യരാജ്യങ്ങളെ കൈവിട്ട പുതിയ സൗഹൃദങ്ങൾ വരുമ്പോൾ കൂടുതൽ കരുതൽ ഉറപ്പാണ്. ഏതായാലും യുദ്ധവരി മുഴക്കാതെ
നയതന്ത്ര സമീപനങ്ങൾക്ക് പദം വരുത്തി പ്രശ്നപരിഹാരം തേടാനുള്ള ഈ നീക്കമുണ്ടല്ലോ, അത്രയും നല്ലത്. ലോകം പഴയ പോലെ ആയിരിക്കില്ല എന്ന ഓരോ അനുഭവങ്ങളും യാങ്ങിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ